ഹലോ ഗൈസ്, വെൽക്കം. ആദ്യം തന്നെ തൊണ്ട അടച്ച് പണ്ടാറടങ്ങിപ്പോയി ഗൈസ്. ആ ഒരു ഫ്ലോ അങ്ങോട്ട് പോയി കിട്ടി. അപ്പോൾ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയ ഗിവ് അവേ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കുറച്ച് സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ആണ്. അപ്പം ഒരുപാട് പേര് എന്നോട് സ്കിൻ കെയർ പ്രോഡക്ട്സ് അല്ലെങ്കിൽ മേക്കപ്പ് പ്രോഡക്ട്സ്, ബ്യൂട്ടി പ്രോഡക്ട്സ്, പെർഫ്യൂംസ് ഒക്കെ ഗിവ് അവേ ആയിട്ട് കൊടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ കുറച്ച് സ്കിൻ കെയർ പ്രോഡക്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ഗിവ് അവേ ഒക്കെ വെറുതെ കൊടുക്കുന്നതാണ് കേട്ടോ, ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. ഇറ്റ്സ് ലൈക്ക്, അതായത് ഫ്രീ ആയിട്ട് ഗിവ് അവേ എന്ന് പറയുമ്പോൾ എല്ലാവരും ഫ്രീ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ബട്ട് നമ്മുടെ ചാനലിന് മോണിറ്റൈസേഷൻ പോലും വന്നിട്ടില്ല. മോണിറ്റൈസേഷൻ വരുന്നതിന് മുന്നേ ആരും അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഐറ്റംസ് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൊടുക്കുന്നവരുണ്ടായിരിക്കാം, ബട്ട് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ആരും കൊടുക്കുന്നതായിട്ട് അത്ര എക്സ്പെൻസീവ് ഗിഫ്റ്റൊക്കെ. അപ്പം സ്കിൻ കെയർ പ്രോഡക്ട്സ് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് ലിറ്റിൽ മോർ ഔട്ട് ഓഫ് ദ ബഡ്ജറ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ നമ്മൾ നടത്തിയ ഗിവ് അവേ ഒന്നും ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ ചീപ്പായിട്ടുള്ള അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും അല്ല കേട്ടോ. അതും അത്യാവശ്യം വിലയൊക്കെയുള്ള ഐറ്റംസ് തന്നെയാണ്. ബട്ട് അതൊരു സ്നേഹത്തോടെ സന്തോഷത്തോടു കൂടി എന്നെ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക്, അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് എത്തണം എന്നുള്ള രീതിയിൽ ഞാൻ കൊടുക്കുന്ന ഗിവ് അവേ ആണ്. പിന്നെ ഈ ഒരു ഗിവ് അവേക്ക് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. ആദ്യം നമുക്ക് ഈ ഒരു ഗിവ് അവേക്കകത്ത് ഉള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് അതാണല്ലോ. ഓക്കെ, അപ്പം മാക്സിമം നമ്മുടെ ചാനൽ വെറുതെ ഗിവ് അവേക്ക് വേണ്ടി മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ എനിക്കൊരു റിക്വസ്റ്റ്. കാരണം ഇത് ഞാൻ അങ്ങനെ എല്ലാവർക്കും വെറുതെ ഗിവ് അവേക്ക് വേണ്ടി മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നവർക്ക് വേണ്ടിയിട്ടല്ല ഈ ഗിവ് അവേസ് ഒന്നും കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ആക്ച്വലി നമ്മൾ സ്ഥിരമായിട്ട് എന്നും നമ്മൾക്കൊരു സപ്പോർട്ടായിട്ടുള്ള ആൾക്കാർക്ക് തിരിച്ചെന്തെങ്കിലും എനിക്ക് ചെയ്യണം എന്നുള്ള രീതിക്ക് ഞാൻ നിങ്ങൾക്ക് ഗിവ് അവേസ് ആയിട്ട് ഗിഫ്റ്റായിട്ട് തരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതെന്താണെന്ന് നോക്കാം. ഇത് ആക്ച്വലി വൈറ്റമിൻ സിയുടെ നമ്മുടെ സിൽക്ക് മാസ്ക് ആണ്. ഇത് നമുക്ക് നമ്മുടെ സ്കിന്നൊക്കെ ബ്രൈറ്റനിങ് ചെയ്യും. അതേപോലെ ആൻറ്റി ഏജിങ് ഒരു ഫേസ് മാസ്ക് ആണ്. ഓക്കെ, ഈ ഒരു ഫേസ് മാസ്കിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഒക്കെ ഫേസിൽ വരത്തില്ലേ, അതൊക്കെ മാറ്റിയിട്ട് കുറച്ചുകൂടെ ഒന്ന് ഹൈഡ്രേറ്റഡ് ആക്കും നമ്മുടെ ഫേസ്. അപ്പോൾ ഇത് ഒരു ആൻറ്റി ഏജിങ് മാസ്ക് ആണ്. ഇത് നിങ്ങളൊരു 20 to 30 മിനിറ്റ്സ് നമ്മുടെ ഫേസിൽ ഇങ്ങനെ ഇട്ട് വെക്കുക, ഫുള്ളിങ്ങനെ കവർ ചെയ്ത് ഇട്ട് വെക്കുക അതിൻ്റെ ആ ഒരു ഇത്. പിന്നെ ഒരു 20-30 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കിത് റിമൂവ് ചെയ്ത് റിൻസ് ചെയ്ത് കളയാം. അപ്പോൾ ഇതിനകത്ത് എത്ര പീസസ് ഉണ്ട് എന്ന് ഞാൻ നോക്കിയിട്ടില്ല ഗൈസ്. കണ്ടോ, എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല ഇതിനകത്ത് ഒരുപാട് പീസസ് ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത് ഗൈസ്. I don't know how many pieces are there in this box. അത്യാവശ്യം കുറച്ച് അധികം ഉണ്ട് തോന്നുന്നുണ്ട്. ലെറ്റ് മി ചെക്ക്. ഇതിലെവിടെയും എഴുതിയിട്ടില്ല ഗൈസ്. ഇതിലെവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല ഇതിനകത്ത് എത്ര പീസസ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. 10 പീസസ് ആണ് കേട്ടോ ഇതിനകത്തുള്ളത്. 10 പീസ് ഫേസ് മാസ്ക് ഉണ്ട്. ഇനി അടുത്തതായി നമ്മൾ അവതരിപ്പിക്കുന്നു നമ്മുടെ ക്ലെൻസിങ് ക്രീം. ഓക്കെ, ക്ലെൻസിങ് ക്രീം നമ്മുടെ സ്കിന്നിന് ഏറ്റവും അധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇതും വൈറ്റമിൻ സിയുടെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. വൈറ്റമിൻ സിയുടെ പ്രോഡക്ട്സ് വൈറ്റമിൻ സി കൂടുതലായിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല സോഫ്റ്റായിട്ട്, നല്ല പതപ്പതപ്പായിട്ട്, നല്ല ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും കേട്ടോ. നല്ല നമ്മുടെ സ്കിന്ന് ലിറ്ററലി ബ്രീത്ത് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സോ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഡേർട്ട്, ഓയിൽ, ഇമ്പ്യൂരിറ്റീസ് അതൊക്കെ
നമ്മുടെ സ്കിന്നിൽ നിന്ന് റിമൂവ് ചെയ്യും. അതേപോലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്മൂത്തർ ആൻഡ് ഫേം സ്കിൻ നമുക്ക് തരും കേട്ടോ. അപ്പോൾ ഇതൊരു ക്ലെൻസറാണ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രോഡക്റ്റ്. ഇനി നമുക്ക് ഇതെനിക്ക് എൻ്റെ ഫേവറേറ്റ് സാധനമാണിത്, കോജിക് ആസിഡിൻ്റെ സൺസ്ക്രീൻ. ഈ ഒരു കോജിക് ആസിഡ് ഈ ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കൊറിയൻ സ്കിന്നൊക്കെ ഇല്ലേ, ഗ്ലാസ് സ്കിൻ, നല്ല മെഴുമെഴുത്ത തൊലി അത് നമുക്ക് സമ്മാനിക്കുന്നൊരു സാധനമാണോ ഈ ഒരു സൺസ്ക്രീൻ. ഇതിൻ്റെ SPF വന്നിട്ട് 50 ആണ് കേട്ടോ. അപ്പം ഈ ഒരു കോജിക് ആസിഡിൻ്റെ സൺസ്ക്രീൻ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ കയ്യിൽ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ അടുത്ത ഗീവ് അവേ എൻ്റെ നിന്ന് പ്രതീക്ഷിക്കരുത്. മോണിറ്റൈസേഷന് മുന്നേ ഞാൻ തരുന്നതായിരിക്കില്ല എന്നൊക്കെ. നിങ്ങൾ തന്നെ ആമസോണിൽ പോയിട്ട് ഓർഡർ ചെയ്യണം കേട്ടോ, ഞാൻ തരൂല്ല എന്നൊക്കെ. ഇതോടുകൂടി ഞാൻ ഈ ഒരു പരിപാടി അവസാനിപ്പിക്കാമെന്നൊക്കെ. അതായത് ഗിവ് അവേ അല്ല, സ്കിൻ കെയർ പ്രൊഡക്ട്സ് തരുന്ന പരിപാടി. ഇത് വാങ്ങിക്കാൻ വേണ്ടി ഇതിനകത്തോട്ട് കൈവച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ കൈ നന്നായി പൊള്ളി എന്നുള്ളത്. പൊള്ളി മീൻസ് കുറച്ചധികം ചിലവായി എന്നുള്ളത്. പിന്നെ ഇത് നമ്മുടെ ബ്ലാക്ക് ഹെഡ് ക്ലിയറിങ് സ്ക്രബാണ്. ഈ ഒരു സ്ക്രബിങ് ക്രീം കുറച്ച് ഫേമസ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇതിനെപ്പറ്റി ഞാൻ അതുകൊണ്ട് പ്രത്യേകിച്ച് പറയുന്നൊന്നുമില്ല. അല്ലെങ്കിൽ ഇത് ആക്ച്വലി നമ്മുടെ ഈ മുഖത്തൊക്കെ ഇങ്ങനെ പോർസ് കുത്തുള്ള ആൾക്കാരുണ്ടാവില്ലേ, ഒരുപാട് ഇങ്ങനെ അരിപ്പ പോലത്തെ സ്കിന്നൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവില്ലേ, അവർക്ക് ഇത് ഭയങ്കര ബെനിഫിഷ്യൽ ആണ്. കാരണം നമ്മുടെ പോർസിൻ്റെ അകത്തുള്ള ആ ഒരു ഡേർട്ട് ഓയിലൊക്കെ ഈ ഒരു സ്ക്രബിങ്ങിലൂടെ അല്ലാതെ സ്കിന്നുകൾക്കും ഇത് നല്ലതാണ് കേട്ടോ. ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി ഞാൻ അധികമൊന്നും പറയണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. പിന്നെ ഇത് നമ്മുടെ സിറമാണ്, ആൻറ്റി ഏജിങ് ബ്രൈറ്റനിങ് സിറമാണ്. ഇതൊരു ഐ സിറമാണ്. കാരണം ഒരുപാട് സ്ത്രീകൾ നേരിടുന്നൊരു പ്രശ്നമാണ് ഈ കണ്ണിൻ്റെ അടിയിലുള്ള ഡാർക്ക് സർക്കിൾ. അത് ഉറങ്ങിയാലും ഒരുപാട് വെള്ളം കുടിച്ചാലും ഒക്കെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ കേട്ടോ. ഒരുപാട് വെള്ളം കുടിക്കുന്നതിനെ പറ്റി പറയുന്നത് ഞാൻ തീരെ വെള്ളം കുടിക്കാത്ത ഒരാളാണ്. എന്നാലും ഇപ്പം അത്യാവശ്യമൊക്കെ ഞാൻ കെയർഫുള്ളാണ് കേട്ടോ. വെള്ളമൊക്കെ നന്നായിട്ട് കുടിച്ച് എൻ്റെ ബോഡിയൊക്കെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കും. ഒരു ദിവസമൊക്കെ 3 ലിറ്റർ വെള്ളം ഒക്കെയാണ് കുടിക്കേണ്ടത്. പക്ഷേ ഞാനൊരു 1.5 ലിറ്ററൊക്കെ ഒപ്പിക്കാറുണ്ട് ഒരു ദിവസം. ബട്ട് അതേപോലെ നമുക്ക് നമ്മുടെ ബോഡിക്ക് ഇനഫ് റെസ്റ്റ് വേണം. സ്ലീപ്ലെസ് നൈറ്റ്സ് ആണെങ്കിൽ നല്ലോണം ഡാർക്ക് സർക്കിൾ വരും കണ്ണിൻ്റെ അടിയിൽ. അപ്പോൾ ഈ ഒരു സാധനം ഹെൽപ്പ് ചെയ്യും നിങ്ങളെ. സോ വൈറ്റമിൻ സി തന്നെയാണ് ഞാൻ വീണ്ടും എടുത്തിരിക്കുന്നത്. അപ്പോൾ എത്ര പ്രോഡക്ട്സ് 1 2 3 4 പൈസയാണ് ഈ പോകുന്നതൊക്കെ. പക്ഷേ എനിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് ഞാനിത് തരുന്നു ഗൈസ്. 1 2 3 4 5 6 എണ്ണമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്ന സ്കിൻ കെയർ പ്രോഡക്ട്സ്. അപ്പോൾ ഈ ഒരു സ്കിൻ കെയർ പ്രോഡക്ട്സിലൊക്കെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതായത് ഈ ഒരു ലോങ് വീഡിയോ എപ്പോഴും ആൾക്കാർക്ക് കൺഫ്യൂസ്ഡ് ആണ്, ഞാൻ ഏത് വീഡിയോയിലാണ് കൂടുതൽ കമൻ്റ് ഇടാൻ പറയാറ് എന്നുള്ളത്. അപ്പോൾ അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷോർട്സ് ഇടുന്നത്. കാരണം ഒരുപാട് പേര് ചിലപ്പം നോക്കിയിരിക്കില്ല അതുകൊണ്ട്. ഓക്കെ, ബട്ട് നിങ്ങൾ ആ ഒരു വീഡിയോസിലൊന്നും അല്ല കേട്ടോ, ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോസിലും അല്ല നിങ്ങൾ മാക്സിമം കമൻ്റ് ഇടേണ്ടത് ഈ ഒരു ലോങ് വീഡിയോയുടെ അടിയിലാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു ലോങ് വീഡിയോയുടെ അടിയിലാണ് നിങ്ങൾ മാക്സിമം കമൻ്റ് ഇട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്. അതേപോലെ നിങ്ങൾ എൻ്റെ ഈ ഒരു ലോങ് വീഡിയോ 10 പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് മാത്രമല്ല, നമ്മുടെ ഈ ഒരു ലോങ് വീഡിയോക്ക് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 5K വ്യൂ എങ്കിലും വേണം. 5K വ്യൂ ആണ് കേട്ടോ, 5K വ്യൂവും വേണം നമുക്ക്. അതേപോലെ തന്നെ 200 ലൈക്സും ഇതിനകത്ത് വരണം. അതേപോലെ കമൻസ് വന്നിട്ട് നമുക്ക് 10K കമൻസാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ടോട്ടൽ കമൻസ് ആണ് കേട്ടോ. അപ്പോൾ 10K കമൻസ്, 5K വ്യൂ. 5K വ്യൂ ഉള്ള ഒരാൾക്ക് എങ്ങനെ 10K കമൻറ്റ് കിട്ടുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. മാക്സിമം കമൻറ്റ് ഇടുമ്പോഴാണ് കമൻറ്റ് പിക്കറിലൂടെ നിങ്ങളുടെ കമൻറ്റ് തന്നെ പിക്ക് ചെയ്യുക. അപ്പോൾ ഒരാൾക്ക് തന്നെ എത്ര കമൻറ്റ് വേണമെങ്കിലും ഇടാം. ഓക്കെ, അതേപോലെ ഞാൻ പ്രീവിയസ്ലി ഒരു
ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഗിവ് അവേയുടെ വിന്നറിൻ്റെ. അപ്പം ആ ഷോർട്സ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും സ്പോട്ട് ലൈറ്റിൽ, അതായത് ആ ഒരു സ്ക്രീൻഷോട്ടിനകത്ത് നിങ്ങളുടെ പേര് എവിടെയെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചാൻസസ് ഹൈ ആണ്, നിങ്ങൾക്ക് ഗിവ് അവേ കിട്ടാനുള്ള ചാൻസസ് ഹൈ ആണ്. കാരണം നിങ്ങളുടെ കമൻറ്റ്സ് അത്രയും കയറുന്നുണ്ട് എന്നാണ്, നിങ്ങൾ അത്രയും പോപ്പുലാരിറ്റി എൻ്റെ ചാനലിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. മീൻസ് നിങ്ങൾക്കത് ചാൻസസ് ആർ ഹൈ. ഓക്കെ, നിങ്ങളുടെ പോപ്പുലാരിറ്റി, എൻ്റെ ചാനലിലുള്ള നിങ്ങളുടെ പോപ്പുലാരിറ്റി അത്രയും ഹൈ ആണെന്നാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യൽ നിർത്തലല്ല ചെയ്യേണ്ടത്, നിങ്ങൾ കണ്ടിന്യൂസ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. കാരണം നമ്മളൊരിക്കലും ഈ ഒരു ഗിവ് അവേകളൊന്നും ഒന്നിലോ രണ്ടിലോ ഒന്നും ഒതുക്കുന്ന ആൾക്കാരല്ല. നമ്മളിപ്പോൾ എത്ര ഗിവ് അവേ കൊടുത്തെന്ന് ഇതുവരെ ഗിവ് അവേ കിട്ടിയ ആൾക്കാർക്കും നമ്മുടെ ചാനൽ ആദ്യം മുതൽ അവസാനം വരെ ഇന്ന് വരെയും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ എല്ലാ വീഡിയോസും കാണുന്ന എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഓക്കെ, സോ അപ്പോൾ ഇത്രയും ഗിവ് അവേ ഐറ്റംസ് ആണ് ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പം മാക്സിമം കമൻ്റ് ഇട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തോ. എനിക്ക് 10K കമൻറ്റ്സ് കാണണം, അതേപോലെ തന്നെ 200 ലൈക്ക് എനിക്ക് വരണം, അതേപോലെ തന്നെ നമുക്ക് 5K വ്യൂസും വരണം കേട്ടോ. എന്നാൽ മാത്രമാണ് നമ്മുടെ ചാനൽ ഒന്ന് മോണിറ്റൈസേഷൻ ആവുക, എനിക്ക് കൂടുതൽ ഗിഫ്റ്റുകൾ, ഇതുപോലത്തെ എക്സ്പെൻസീവ് ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് തരാൻ വേണ്ടി പറ്റുക. ഓക്കെ, എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് തരാനുള്ളത്, ബട്ട് ഔട്ട് ഓഫ് ബഡ്ജറ്റാണ് ഗൈസ്. അത് മോണിറ്റൈസേഷൻ വന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ബഡ്ജറ്റിലേക്ക് കയറി വരാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പം എനിക്ക് വലിയ വലിയ ഗിവ് അവേ ഐറ്റംസൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നതായിരിക്കും. അപ്പോൾ അതിന് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഈ ഒരു ഗിവ് അവേയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അതേപോലെ എനിക്ക് ഓൾഡ് ഈസ് ഗോൾഡിനോടൊരു കാര്യം പറയാനുണ്ട്. ഓൾഡ് ഈസ് ഗോൾഡ് എനിക്കൊരു കമൻറ്റ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഓൾഡ് ഈസ് ഗോൾഡ് എനിക്ക് ഗിവ് അവേ ഒന്നും കിട്ടാത്തതുകൊണ്ട് നിങ്ങളുടെ വീഡിയോസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യൽ, ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യൽ നിർത്തി പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഓൾഡ് ഈസ് ഗോൾഡ് നമ്മുടെ മറ്റ് വീഡിയോസിലൊക്കെ വന്ന് കമൻ്റ് ഇടാറുണ്ട് ഗിവ് അവേയിൽ ഒഴിച്ച്. കാരണം ലാസ്റ്റ് ഇട്ട ഗിവ് അവേയിൽ ഞാൻ കമൻറ്റ്സ് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഓൾഡ് ഈസ് ഗോൾഡിൻ്റെ. ഞാനത് ഓൾഡ് ഈസ് ഗോൾഡിൻ്റെ ആ ഒരു കമൻറ്റ് വായിച്ചപ്പോഴാണ് ഞാൻ പോയി നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ശരിയാണ്, പുള്ളി പാർട്ടിസിപ്പേറ്റ് ചെയ്യലേ പാടേ നിർത്തി. ഐ ഡോണ്ട് നോ വൈ. പക്ഷേ നിങ്ങളുടെ ചാൻസസ് ആർ ഹൈ. ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങളുടെ ചാൻസസ് ആർ ഹൈ. കാരണം സ്പോട്ട് ലൈറ്റിൽ ഏറ്റവും എൻ്റെ ചാനലിലെ തന്നെ ഏറ്റവും ഹയ്യസ്റ്റ് കമൻറ്റ് ഇടുന്ന ആൾക്കാരിൽ ഒരാൾ ഓൾഡ് ഈസ് ഗോൾഡും രണ്ടാമത്തെ ആൾ ഹിസാനയുമാണ്. ഓക്കെ, അപ്പോൾ സ്പോട്ട് ലൈറ്റിൽ നിങ്ങൾ കയറിയിട്ടുണ്ട്. അപ്പോൾ കമൻറ്റ് പിക്കറിൽ നിങ്ങൾ കയറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വരുന്ന ഗിവ് അവേകളിലെല്ലാം തകർത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ. എന്തായാലും കമൻറ്റ് പിക്കർ നിങ്ങളുടെ കമൻറ്റ് പിക്ക് ചെയ്യാതെ പോവില്ല, ഫോർ ഷുവർ. കാരണം കമൻറ്റ് പിക്കർ അങ്ങനെയാണ്, ഏറ്റവും പോപ്പുലാരിറ്റി നമ്മുടെ മാക്സിമം കമൻ്റ് ഇട്ട ആൾക്കാരുടെ കമൻ്റാണ് കൂടുതലും റാൻഡമായിട്ട് പിക്ക് ചെയ്യാറ്. അതാണ് അതിൻ്റെ ഒരു ഇത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. ഞാനത് നോക്കുമ്പോൾ ഞാൻ ChatGPTയോടൊക്കെ ചോദിച്ചു ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് നോക്കുമ്പോൾ എനിക്ക് കിട്ടിയൊരു ആൻസർ അതാണ് കേട്ടോ. മാക്സിമം പോപ്പുലാരിറ്റി, മാക്സിമം കമൻ്റ് ഇടുന്ന ആളിനെയാണ് കമൻറ്റ് പിക്കർ റാൻഡമായിട്ട് പിക്ക് ചെയ്യാറ് എന്നുള്ളത്. അപ്പം ഇത്രയും സ്കിൻ കെയർ പ്രോഡക്ട്സ് നിങ്ങൾക്കുള്ളതാണ് ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. Bye.